നമ്മൾ സെല്ലിങ്ങിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ സെയിൽസിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ സെയിൽസ് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് അവർ ആദ്യം തേടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അവരുടെ ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളൊരു കസ്റ്റമറുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് എൻ്റെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട്, അതായത് എനിക്ക് ഫീൽ ഗുഡാണ് അല്ലെങ്കിൽ സേഫായിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാം എന്നൊരു ഫീലിംഗ് ആ കസ്റ്റമർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കതൊരു സെല്ലിംഗ് പെട്ടെന്ന് കൺവേർട്ട് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ ആദ്യം അവരുടെ ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ ലോജിക്കലി തിങ്ക് ചെയ്യുള്ളൂ, ഇത് പ്രൈസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത് റീസണബിൾ ആണോ, ഫാബ്രിക് ഗുഡ് ആണോ എന്നൊക്കെ അവർ പിന്നീടായിരിക്കും ചിന്തിക്കുന്നത്. അവരുടെ ഫസ്റ്റ് ഇമോഷനാണ് എനിക്കിത് ഇതുപോലെ ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു കംഫർട്ടബിൾ ആയിട്ടൊരു കുർത്തി വേണം എന്ന് തീരുമാനിക്കുന്ന അവരുടെ ഒരു ഇമോഷനാണ്. അതിനുശേഷമാണ് അവർ ലോജിക്കിലോട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് വേണം നമ്മൾ സെയിൽസിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു വിസിബിലിറ്റി, നല്ല രീതിയിൽ വിസിബിലിറ്റി കൂട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ജേർണിയും നമ്മുടെ ജെനുവിനിറ്റിയും ഒക്കെ കസ്റ്റമർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുള്ളൂ, സെയിൽസ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം കൊടുക്കണം. നമ്മൾ അവരോട് ചോദിക്കുക, നമ്മുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം അതിന് അനുസരിച്ച് വേണം നമ്മൾ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ പ്രൂഫുകളൊക്കെ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകും. ഇത് റിവ്യൂസും ടെസ്റ്റിമോണിയൽസൊക്കെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസം വരും, അവരത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ എന്താ പറയുക, ലോസ് ഇഷ്ടപ്പെടുന്നില്ല. അവരൊരിക്കലും അവരുടെ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് സീറ്റ്, ലിമിറ്റഡ് സ്റ്റോക്ക്, ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് പെട്ടെന്നത് വാങ്ങിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കൂടുതലുണ്ടാവും. സോ അതും ഒരു നല്ലൊരു ഇതാണ് സെയിൽസ് കൂട്ടാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആയിരിക്കരുത്. അല്ലെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് അല്ല. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്, അവരെ ഗൈഡ് ചെയ്യുകയാണ് നല്ലൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും നമ്മുടെ ഒരു ഫാഷൻ ബിസിനസ് ജേർണിയുടെ പാർട്ടാവാനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. സോ ഇതിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതിലൂടെ നമ്മുടെ ഒരു സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാനും നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ്